ആറ്റിങ്ങലിലെ മുക്കോണ മത്സരത്തിന്റെ ചൂടും ചൂരും ഓരോ വോട്ടർമാരുടെയും മുഖത്ത് നിഴലിച്ചിട്ടുണ്ട് ഇന്ന്. ഫലം എന്താകുമെന്ന ആശങ്ക ഓരോ പ്രവർത്തകരുടെയും മുഖത്തുമുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങലും. എന്താണ് ഒടുവിലത്തെ പോളിംഗ് ശതമാനം? അത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വേണു, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. കഴിഞ്ഞ തവണ 74.48% പോളിംഗ് ആയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവസാനമായി ലഭിക്കുന്ന കണക്ക് പ്രകാരം 68% നിലവിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് ചെയ്തിരിക്കുന്നത്. ഇനിയും നിരവധി ആളുകൾ ക്യൂവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം ഉയരും. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ അത്രത്തോളം പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് വയ്ക്കുന്നത്. കാരണം ഈ LDFന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ചതാണ്. അന്ന് നെടുമങ്ങാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചു കയറിയത്. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും, അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ LDF ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധി എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യവും അതാണ്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് കണക്കിലേക്ക് വന്നാൽ 68% പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അരുവിക്കര മണ്ഡലത്തിലാണ്. 69% നിലവിൽ അരുവിക്കര മണ്ഡലത്തിൽ പോൾ ചെയ്തിരിക്കുന്നത്.